എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹീന്ദ്ര താറിലെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ടുള്ള സ്റ്റാർ എഡിഷനാണ് നിങ്ങൾ കാണുന്നത്. സ്റ്റാർ എഡിഷൻ ബ്ലാക്ക് കളർ. സ്റ്റാർ എഡിഷൻ നമുക്ക് ശരിക്കും 3 കളറിലാണ് ലഭിക്കുന്നത്. ഒരു ലൈം യെല്ലോ എന്നും പറഞ്ഞൊരു കളർ വരുന്നുണ്ട്. റീസെൻ്റ്ലി കുഞ്ചാക്കോ ബോബൻ എടുത്ത ആ ഒരു വാഹനത്തിൻ്റെ കളറ്, പിന്നെ വൈറ്റ്, പിന്നെ ബ്ലാക്ക്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. ഇപ്പോൾ താറിന് 1,20,000 രൂപ വരെ ഓഫർ അവൈലബിൾ ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി മഹീന്ദ്രയുടെ എല്ലാ വാഹനങ്ങൾക്കും പ്രൈസ് കൂടിയിരുന്നു. പക്ഷേ താറിന് 1,20,000 രൂപ വരെ ഓഫർ ഇറാം മോട്ടോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ വേരിയൻറ്റുകൾക്കും അല്ല, ഓരോ വേരിയൻറ്റുകൾക്കും പ്രൈസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റാർ എഡിഷനിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഇപ്പോൾ MX5 വേരിയൻറ്റ് അല്ലെങ്കിൽ AX5 ലക്ഷറി വേരിയൻ്റ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാർ എഡിഷനിലെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ്, പ്രൈസിൽ എത്ര രൂപയുടെ ഡിഫറൻസ് ഉണ്ട്, ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഹായ്, എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹീന്ദ്ര താറിലെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ടുള്ള സ്റ്റാർ എഡിഷനാണ് നിങ്ങൾ കാണുന്നത്. സ്റ്റാർ എഡിഷൻ ബ്ലാക്ക് കളർ. സ്റ്റാർ എഡിഷൻ നമുക്ക് ശരിക്കും 3 കളറിലാണ് ലഭിക്കുന്നത്. ഒരു ലൈം യെല്ലോ എന്നും പറഞ്ഞൊരു കളർ വരുന്നുണ്ട്. റീസെൻ്റ്ലി കുഞ്ചാക്കോ ബോബൻ എടുത്ത ആ ഒരു വാഹനത്തിൻ്റെ കളറ്, പിന്നെ വൈറ്റ്, പിന്നെ ബ്ലാക്ക്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. ഇപ്പോൾ താറിന് 1,20,000 രൂപ വരെ ഓഫർ അവൈലബിൾ ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി മഹീന്ദ്രയുടെ എല്ലാ വാഹനങ്ങൾക്കും പ്രൈസ് കൂടിയിരുന്നു. പക്ഷേ താറിന് 1,20,000 രൂപ വരെ ഓഫർ ഇറാം മോട്ടോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ വേരിയൻറ്റുകൾക്കും അല്ല, ഓരോ വേരിയൻറ്റുകൾക്കും പ്രൈസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റാർ എഡിഷനിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഇപ്പോൾ MX5 വേരിയൻറ്റ് അല്ലെങ്കിൽ AX5 ലക്ഷറി വേരിയൻ്റ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാർ എഡിഷനിലെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ്, പ്രൈസിൽ എത്ര രൂപയുടെ ഡിഫറൻസ് ഉണ്ട്, ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2026 മോഡൽ മഹീന്ദ്ര താർ റോക്സ് സ്റ്റാർ എഡിഷൻ. ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും തരുന്ന താറിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് വിളിക്കാവുന്നത് ഈ സ്റ്റാർ എഡിഷനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ഈ സ്റ്റാർ എഡിഷൻ തന്നെയാണ്. കാരണം റോക്സ് എടുക്കുന്ന പലരും ആദ്യം ഇറങ്ങിയ സമയത്തൊക്കെ 4x4 നോക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ അധികം ആളുകളും 4x2 വേരിയൻ്റാണ് നോക്കുന്നത്. അതിൽ കൂടുതലും നോക്കുന്നത് ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അങ്ങനെയുള്ളവരെ ഫോക്കസ് ചെയ്തിട്ട് മഹീന്ദ്ര ഇറക്കിയിരിക്കുന്ന റോക്സിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വേരിയൻ്റ് എന്ന് നമുക്ക് ഈ സ്റ്റാർ എഡിഷനെ വിളിക്കാം. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കാണ്, ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സുമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് ഒരു രക്ഷയില്ല. താറെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിളാണ്. പക്ക SUV ലുക്കാണ്. ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും SUV ലുക്ക് തരുന്ന വേറൊരു വാഹനം ഇന്ത്യയിൽ ഇല്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് കളർ അബ്ബാറ റോഡ് പ്രസൻസ് ആണ്. ഈ സ്റ്റാർ എഡിഷനിലേക്ക് വന്നപ്പോൾ വാഹനം ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഒരു ഡാർക്ക് എഡിഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റാർ എഡിഷൻ്റെ ഈ ബ്ലാക്ക് വേരിയൻറ്റിനെ പറയാം. ഇനി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞോണം, നമുക്ക് ഫുൾ LED ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിന് ചുറ്റും ആ DRL കാണാം. ഹെഡ്ലൈറ്റ് ഹൈ ബീം, ലോ ബീം അതിനകത്ത് തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് ഫ്രണ്ടിൽ ഈ ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിൽ നമുക്ക് മഹീന്ദ്ര എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രെയിംലെസ് ആയിട്ടുള്ള വൈപ്പേഴ്സാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സൊന്നും ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് ഇവിടെ കോർണറിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അതും LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റുമുള്ള നമുക്കൊരു ബ്ലാക്ക് ഇൻസൈറ്റ് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ LED ഫോഗ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊജക്റ്റഡ് LED ഫോഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബെമ്പറിൻ്റെ സെൻട്രൽ പോർഷൻ നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതും കൂടിയും ബ്ലാക്ക് ആക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് വാഹനമായിട്ട് മാറും. പക്ഷേ റോക്സിൻ്റെ സ്റ്റാറൊക്കെ എടുക്കുന്നവർ, അല്ലെങ്കിൽ റോക്സ് ഏതെടുക്കുന്നവരും ബെമ്പറൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. അങ്ങനെ ബെമ്പറൊക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പോട്ടി ലുക്കിങ്ങിലേക്ക് വാഹനം മാറും. 226 mm ആണ് റോക്സിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സുമാണ് ഈ വാഹനം തരുന്നത്. ഇപ്പോൾ അലോയ്സിലേക്ക് വന്നാൽ തന്നെ ടോപ്പ് എൻഡിൻ്റെ സിമിലർ അലോയ്സ് കൊടുത്തിരിക്കുന്നു. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 255 60R90 9 ഇഞ്ച് വീൽസാണ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. നമുക്കിവിടെ ഫെൻഡേഴ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അതിപ്പോഴും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫെൻഡേഴ്സിൻ്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു റഫ് ലുക്ക് കിട്ടാനായിട്ട് മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ താർ റോക്സ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. മിറേഴ്സിൽ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. 360 ക്യാമറ വരുന്നുണ്ട്. ക്യാമറ ലെൻസ് കൊടുത്തിരിക്കുന്നു. ഫുഡ് സ്റ്റെപ്പ് കാണാം. അത് ബേസ് വേരിയൻറ്റ് തൊട്ടേ വരുന്നുണ്ട്. നമുക്ക് റിക്കോ സെൻസർ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഡോർ ഹാൻഡിൽസ്, അതായത് ഡ്രൈവർ സൈഡിലെ ഡോർ ഹാൻഡിൽസും മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡോർ ഹാൻഡിൽസ് നമുക്ക് ബോഡി കളറിലേക്ക് മാറുന്നുണ്ട്. സ്റ്റാർ എഡിഷൻ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്.
വശങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പക്ക SUV ബോക്സി ലുക്കാണ് ലഭിക്കുന്നത്. പാനോറമിക് സൺറൂഫ് നമുക്ക് ഈ വേരിയൻറ്റിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. പക്ഷേ നമ്മൾ ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സാക്ട് സിമിലർ ലുക്കാണ് ഈ വാഹനം. ഒരേ ഒരു ഡിഫറൻസ് അലോയ്സ് ബ്ലാക്ക് ആയി എന്നുള്ള മാത്രമാണ്. പലരും ടോപ്പ് എൻഡ് എടുത്ത് അലോയ് വീല് ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്ലാസ്സുകളെല്ലാം പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ഇതും കൂടിയും ഒരു നമ്മളുടെ 50% കൂളിംഗ് ഒട്ടിക്കുകയാണ് എങ്കിൽ വേറെ ലെവൽ ലുക്ക് ബ്ലാക്ക് ഫിനിഷിലേക്ക് ഈ വാഹനം മാറും. ഇനി ഈ വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ 4428 mm ആണ് ലെങ്ത്ത് വരുന്നത്. 2850 mm വീൽ ബേസും താർ റോക്സിന് വരുന്നുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളുടെയും ലുക്ക് ബാക്കിൽ നിന്ന് സിമിലർ ആണ്. ഇപ്പോൾ റോക്സിനൊക്കെ എടുത്തു പറയേണ്ട കാര്യം നമുക്ക് 5 അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് സ്പെയർ വീലിൽ നമുക്ക് അലോയ് വീൽസ് ഈ സ്റ്റാർ എഡിഷനിൽ വരുന്നുണ്ട്. അതിൻ്റെ സെൻറ്റർ മൗണ്ടഡ് ആയിട്ടാണ് റിവേഴ്സ് ക്യാമറ മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടെയിൽ ലൈറ്റ് നമുക്ക് ഫുൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഇത് സ്റ്റോപ്പ് ലൈറ്റ്, ഇത് റിവേഴ്സ് ലൈറ്റ്, ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് LED ആയിട്ടാണ് വരുന്നത്. ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ബാക്ക് ഗ്ലാസ്സുകൾ കൊടുത്തിരിക്കുന്നു. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിൽ ഡോർ ഹാൻഡിൽസ് നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ആ സിൽവർ ഫിനിഷിൽ നമുക്ക് ബാക്കിലെ ബമ്പറും കാണാനായിട്ട് പറ്റും. നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഡ്യുവൽ ഓപ്പണിംഗ് ആയിട്ടാണ് വരുന്നത്. ശരിക്കും ഈ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് അവിടെ വൈപ്പർ ഉണ്ടെന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 60/40 സ്പ്ലിറ്റ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും സെൻറ്റർ പാസഞ്ചറിന് ഫിക്സഡ് ഹെഡ് റെസ്റ്റുമാണ് കൊടുത്തിരിക്കുന്നത്. 447 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി. സ്കോറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. നമുക്ക് ഹാർമണിൻ്റെ ഒരു സബ് വൂഫർ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് കാണാം. ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് റൂഫ് മൗണ്ടഡ് ആയിട്ടാണ് ലൈറ്റ് വരുന്നത്. ഇവിടെ നമുക്ക് ഹാർമൺ കാഡമിൻ്റെ സ്പീക്കേഴ്സ് കാര്യങ്ങളാണ് വരുന്നത്. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നുമില്ല. നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള വലിയ ബൂട്ടുകൾ എന്ന് പറയാം. ബൂട്ട് അടയ്ക്കുമ്പോൾ ഗ്ലാസ് അടച്ചതിന് ശേഷം വേണം നമുക്ക് റോക്സിൻ്റെ ടെയിൽ ഗേറ്റ് ക്ലോസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക്. ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ നിന്നുള്ള മാറ്റങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്കോ സെൻസർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെയെല്ലാം നമുക്ക് ആ ഒരു ലെതറിഡ് ഫിനിഷാണ്, സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊരു വൈറ്റ് സ്റ്റിച്ചിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോം ഫിനിഷിൽ കാണാം. ഹാർമണിൻ്റെ ടൂട്ടേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനും ഓപ്ഷൻ വരുന്നുണ്ട്. വാഹനം ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. താഴെ സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ബോട്ടിൽ ഹോൾഡേഴ്സ് ഒന്നും പറയാൻ പറ്റില്ല, വളരെ ചെറിയൊരു സ്പേസ് നമുക്കിവിടെ കാണാം. സീറ്റ് ലെതറിഡ് വെൻറ്റിലേറ്റഡ് സീറ്റുകളാണ് ഈ ടോപ്പ് എൻഡിൽ കൊടുത്തിരിക്കുന്നത്. അതൊരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ ലെതറിഡ് സീറ്റുകൾ കൊടുത്തിരിക്കുന്നു. മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കാണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇവിടെ നമുക്ക് ഫ്യൂൽ ലിഡിൻ്റെ ഒരു ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ, ഫോഗ് ലൈറ്റ്, നമ്മൾ ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഹിൽ ഡിസൈൻ കൺട്രോളിൻ്റെ ഓപ്ഷൻ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. AC വെൻറ്റിലേറ്ററുള്ള നമുക്കൊരു ക്രോം ആൻഡ് ബ്ലാക്ക് ഫിനിഷ് കാണാം. റോക്ക് സ്റ്റാർ എഡിഷൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും തരുന്ന ഇൻറ്റീരിയറാണ് ശരിക്കും റോക്സിൻ്റെ സ്റ്റാർ എഡിഷനിൽ കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രധാന മാറ്റം വരുന്നത് ഇതിനകത്ത് അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. മറ്റെല്ലാ ലുക്കും ഫീച്ചേഴ്സും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ നമുക്ക് ഫുള്ളി ലെതർ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ലെതർ റാപ്പിംഗ് ആണ്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. അത് മൾട്ടി ഫംഗ്ഷനിലാണ്. ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് ടിൽറ്റ് ഓപ്ഷൻ മാത്രമേ ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. ഇടതുവശം നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശം ക്രൂസ് കൺട്രോളും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനും ഓപ്ഷൻസുമാണ് വരുന്നത്. ഇതിപ്പോൾ പാഡൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളൊന്നും റോക്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഇടതുവശമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ആൻഡ് റെയിൻ സെൻസിങ് ഫൈപ്പേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്ററും RPM മീറ്ററും ഡിജിറ്റലാണ്. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമ്മുടെ സ്റ്റിയറിംഗ് വീലിലെ ബട്ടൺസ് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ വെഹിക്കിൾ ഇൻഫർമേഷൻ, ഡ്രൈവർ ഇൻഫർമേഷനാണ് നിങ്ങൾ കണ്ടത്. പിന്നെ ഫ്യൂൽ ഇൻഫർമേഷൻസ് ഉണ്ട്. ഫ്യൂൽ ഇൻഫർമേഷൻസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂൽ റിലേറ്റഡ് ആയിട്ട് ലോ ഫ്യൂൽ വാണിംഗ്, അങ്ങനത്തെ എത്ര റേഞ്ച് ഉണ്ട്, എന്തൊരു മോഡാണ്, DPF എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അങ്ങനെ ഇൻഫർമേഷൻസ് കിട്ടും. പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ വെഹിക്കിൾ ഇൻഫർമേഷൻസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് TPMS പോലെയുള്ള ഫീച്ചേഴ്സ്, TPMS കാണാം. പിന്നെ ടോർക്ക് പവറിൻ്റെ ഔട്ട്പുട്ട്, പിന്നെ വെഹിക്കിളിൻ്റെ റോൾ പിച്ച്, അങ്ങനെ കുറേ സംഭവങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോമ്പസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് വരുന്ന നാവിഗേഷനാണ്. നാവിഗേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ നാവിഗേഷനിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് നടുക്ക പോർഷനിൽ നമുക്ക്
നാവിഗേഷൻ്റെ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കിട്ടും. ഒരു സെറ്റിങ്സ് മാറ്റി ഫുള്ളി ഡിജിറ്റൽ ആക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ സ്ക്രീനിൽ നമുക്ക് നാവിഗേഷൻ കിട്ടുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മളുടെ ഡിസ്പ്ലേ ലേഔട്ട് ഉണ്ട്. നമുക്ക് 3 ടൈപ്പ് ഡിസ്പ്ലേ ലേഔട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയേണ്ടി വരും. എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടു ഇപ്പോൾ ഏകദേശം ഫുൾ സ്ക്രീനിലേക്ക് നമുക്ക് ആ നാവിഗേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലേഔട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബേസിക്കായിട്ട് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്പീഡോമീറ്റർ, നമ്മളുടെ RPM മീറ്റർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ടൈം കാര്യങ്ങൾ, പിന്നെ ഡ്രൈവ് മോഡുകൾ ഇതിനകത്ത് സിപ്പ്, നമുക്ക് സൂം എന്ന് പറഞ്ഞ ഡ്രൈവ് മോഡുകളുണ്ട്. അതും നമുക്ക് മാറ്റുന്നതിനനുസരിച്ച് അതിനകത്ത് ചേഞ്ച് ആകും. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 10.25 ഇഞ്ചിന് ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. 8 സ്പീക്കറും ഒരു സബ് വൂഫറും ഉള്ള 9 സ്പീക്കറിൻ്റെ ഹാർഡമിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഹാർഡം കാർഡം അടിപൊളി മ്യൂസിക് സിസ്റ്റം എന്ന് പറയാൻ നല്ല രസമാണ് പാട്ട് കേൾക്കാനായിട്ട്. അത് ബാക്കിലെ സ്പീക്കേഴ്സൊക്കെ നമുക്ക് ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു സബ് വൂഫറും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ ഡ്രൈവ് മോഡാണ്. അപ്പോൾ ഡ്രൈവ് മോഡ്സ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ക്രീനിലേക്ക് പോകാം. നല്ല ടച്ച് റെസ്പോൺസുള്ള HD സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നാവിഗേഷനൊക്കെ എടുത്താൽ നമുക്ക് ഫുൾ സ്ക്രീനിൽ തന്നെ കിട്ടും. പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അഡ്രനോക്സ് കണക്ടിവിറ്റി കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്തൊരു HD ക്ലാരിറ്റി ഉള്ളൊരു 360 ക്യാമറയും നമുക്ക് കാണാം. ഇവിടെ തന്നെ നമുക്ക് സറൗണ്ട് വ്യൂ ക്യാമറയുടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 360 ക്യാമറ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകളാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അത് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടെ, ഹോം ബട്ടൺ ഉൾപ്പെടെ എല്ലാം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ മ്യൂസിക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ മ്യൂസിക്കിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. അങ്ങനെയെല്ലാം എവറിത്തിങ് ഈ ഒരു സ്ക്രീനിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. AC കൺട്രോൾസ് വരെ അതിനകത്താണ്. സിംഗിൾ സോൺ AC ആണ്, പക്ഷേ അതിൻ്റെ കൺട്രോൾസ് വരെ നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെൻസ് കൊടുത്തിരിക്കുന്നു. ചുറ്റുമെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷാണ്. അതിന് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കാണാം. അതിന് താഴെ നമുക്ക് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് വെന്റിലേറ്റഡ് സീറ്റുകളാണ്. അതിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഹസാർഡ് ലൈറ്റ് ഡ്രൈവ് മോഡുകൾ, നമ്മൾ ആദ്യം കണ്ട സിപ്പ്, സാമ്, സ്നോ എന്നൊക്കെ പറഞ്ഞുള്ള ഡ്രൈവ് മോഡുകൾ ഇതിനകത്ത് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് വരുന്നുണ്ട്. ഇവിടെ 65 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിരിക്കുന്നു. ടൈപ്പ് C ആണ്. പിന്നെ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. നമ്മളുടെ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാം. ഇവിടെ നമ്മുടെ കുട്ടി ഗിയർ വരുന്നതാണ് 4x4. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ഓപ്ഷനോടെ ഫുള്ളി ഫങ്ഷണലായിട്ടുള്ള ഫ്ലിപ്പ് കീസാണ് വരുന്നത്. ഇവിടെ ചെറിയ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. സ്ലൈഡിംഗ് ആയിട്ടുള്ള സെൻറ്റർ ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നു. ടോപ്പിലും സോഫ്റ്റ് ടച്ച് തന്നെയാണ് വരുന്നത്. അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള വലിയ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, ക്വാർട്ടർ റിവേഴ്സൽ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രെയിംലെസ് ആയിട്ടുള്ള ഓട്ടോ ഡിമ്മിങ് IR VMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടി കൊടുത്തിരിക്കുന്നു. ഗ്ലോ ബോക്സ് നമുക്ക് ചെറിയൊരു ഗ്ലോ ബോക്സാണ്. എല്ലാ റോക്സിലും കാണുന്ന പോലെ തന്നെ ചെറിയൊരു ഗ്ലോ ബോക്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കാണാം. നമുക്ക് ഈ നമ്മുടെ സെൻട്രൽ കൺസോളിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ടച്ചാണ്. ഈവൻ നമ്മളുടെ ഡ്രൈവർ സ്റ്റിയറിംഗ് വീലിൻ്റെ ടോപ്പിലെ പോർഷൻസും എല്ലാം നമുക്ക് ആ സോഫ്റ്റ് ടച്ച് ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഫീലാണ്. ഒരു ബ്ലാക്ക് ഫിനിഷാണ്. പലരുടെയും ഒരു കൺസേൺ ആയിരുന്നു നമുക്ക് വൈറ്റ് ആണ് ഫുൾ ഇൻറ്റീരിയർ ചെളിയാവുന്നുള്ളത്. ഇപ്പോൾ ഒരു ഡ്യുവൽ ടോൺ, ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മോക്ക ബ്രൗൺ ഇൻറ്റീരിയർ വരുന്നുണ്ട്. പക്ഷേ അത് MX5 വേരിയൻ്റ് തൊട്ടേ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് റോക്സിൻ്റെ സ്റ്റാർ എഡിഷൻ്റെ ഇൻറ്റീരിയർ. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് കയറി ഇറങ്ങാൻ ഒരു ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്. പിടിച്ച് കയറാനായിട്ട് ഗ്രാബ് ഹാൻഡിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ പാഡ് ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. അകത്തെല്ലാം ഒരു സിൽവർ ഫിനിഷ്. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷാണ്. ബാക്കിലേക്ക് വന്നാൽ നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. ഒരു ടൈപ്പ് C ചാർജിങ് പോർട്ട് കാണാം. ഇവിടെ മൊബൈൽ വെക്കാനുള്ള ഒരു സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ലെതറിഡ് സീറ്റുകളാണ് വരുന്നത്. വെന്റിലേഷൻ ബാക്കിലേക്ക് വരുന്നില്ല. നമുക്ക് സെൻറ്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. സെൻറ്റർ പാസഞ്ചറിന് ഫിക്സഡ് ഹെഡ് റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് 2 ഹെഡ് റെസ്റ്റുകൾ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയിരുന്നാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. സീറ്റിൻ്റെ ബാഗ് സീറ്റ് പോക്കറ്റ്സ് വരുന്നുണ്ട്. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട്. ബെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ ഹെഡും ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസാണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. നല്ല വലിപ്പമുള്ളൊരു സെൻറ്റർ ആംറസ്റ്റ് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. അത് LED ആയിട്ടാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ വിത്ത് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൺറൂഫ് നമുക്ക് ഇവിടം വരെ വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ഒരു മൂൺ വ്യൂ നമുക്കിതിനകത്ത് കാണാനായിട്ട് പറ്റും. അതിപ്പോൾ റൂഫ് ഒരു വൈറ്റ് ഫിനിഷ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല എയറി ഫീൽ ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. താഴേക്ക് വരുമ്പോഴെല്ലാം ഒരു ഡാർക്ക് ഫിനിഷിലാണ് സ്റ്റാർ എഡിഷനിൽ ലഭിക്കുന്നത്.
റോക്സിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വാഹനമാണ് താർ റോക്സ്. ഈ വാഹനകത്ത് കയറുമ്പോഴാണ് സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ടുള്ള വാഹനമായിട്ട് നമുക്ക് താർ ഫീൽ ചെയ്യും, അത് ഈ റോക്സ് ഫീൽ ചെയ്യും. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻറ്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസൻ കൺട്രോൾ പോലെയുള്ള ബേസിക് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അഡാസ് ലെവൽ 2 പോലെയുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 2 എഞ്ചിൻ ഓപ്ഷൻസിലാണ് വരുന്നത്. ഒരു 2 ലിറ്റർ M സ്റ്റാലിൻ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ 160 HP പവറും 330 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ടർബോ പെട്രോൾ എഞ്ചിനാണ്. 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. കമ്പനി പറയുന്ന മൈലേജ് 14 കിലോമീറ്ററൊക്കെ ആണ് റിയൽ ലൈഫിൽ ഒരു 10നും 12 ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ മഹീന്ദ്രയുടെ ടൊയോട്ട സ്റ്റാർട്ടുള്ള 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. 172 HP പവറും 440 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ നമ്മളുടെ അത് 4x4 ഓട്ടോമാറ്റിക്കിലാണ്. സ്റ്റാർ എഡിഷനിലൊക്കെ എനിക്ക് തോന്നുന്നു 150 HP പവറും 330 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 14.15 കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. റിയൽ ലൈഫിൽ ഒരു 12 വരെയൊക്കെ നമുക്ക് 12-13 ഡീസൽ എഞ്ചിൻ മൈലേജ് തരും. ഇത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്. പിന്നെ 4x4 അവൈലബിൾ ആണ്. പക്ഷേ സ്റ്റാർ എഡിഷനിൽ 4x2 മാത്രമേ ലഭിക്കുന്നുള്ളൂ. 4x4 നമുക്ക് ലഭിക്കുന്നത് മാനുവൽ MX5 വേരിയൻറ്റ് തൊട്ടും ഓട്ടോമാറ്റിക് AX5 ലക്ഷറി വേരിയൻറ്റ് തൊട്ടുമാണ് നമുക്ക് ലഭിക്കുന്നത്. ശരിക്കും 4x4 ഓട്ടോമാറ്റിക് AX5 ലക്ഷറിയിലും AX7 ലക്ഷറിയിലും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് ഓട്ടോമാറ്റിക്. AX7 ലക്ഷറിയിലും മാനുവലും ഉൾപ്പെടുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ വരുമ്പോൾ നമുക്ക് റോക്സിന് 1,20,000 രൂപ വരെ ഓഫർ അവൈലബിൾ ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി മഹീന്ദ്രയുടെ എല്ലാ വാഹനങ്ങൾക്കും പ്രൈസ് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇറാൻ മോട്ടോഴ്സ് 1,20,000 രൂപ വരെ ഓഫർ കൊടുക്കുന്നുണ്ട്. അത് എല്ലാ വേരിയൻറ്റുകൾക്കും അല്ല, ഓരോ വേരിയൻറ്റുകളുടെ ഓഫർ ഡിഫറൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുള്ളായി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. റെഗുലർ വ്യൂവേഴ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. ഇതിപ്പോൾ ബേസ് MX1 വേരിയൻറ്റിൻ്റെ പ്രൈസിലേക്ക് പോയി കഴിഞ്ഞാൽ അതാണ് ശരിക്കും ബേസ് വേരിയൻറ്റ് വരുന്നത്. റീസെൻ്റ്ലി നമ്മൾ റിവ്യൂ ചെയ്തതാണ്. അതിൻ്റെ പെട്രോൾ മാനുവലാണെങ്കിൽ 12,52,000 എക്സ് ഷോറൂം പ്രൈസ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ 15,19,000 രൂപ. ഡീസലാണെങ്കിൽ 14,23 എക്സ് ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 17,25. ആ വാഹനത്തിന് ഏകദേശം ഒരു 70,000 രൂപയുടെ പ്രൈസ് ഹൈക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ആ വാഹനത്തിന് 20,000 രൂപ വരെ നിങ്ങൾക്ക് ഓഫർ കൊടുക്കുന്നുണ്ട് ബേസ് വേരിയൻറ്റിനും. അതൊരു ഇൻഷുറൻസിലെ ഡിസ്കൗണ്ടാണ്. പക്ഷേ ആ ഒരു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് നമ്മളീ പറയുന്നത്. 17,25,000 രൂപ ഡീസൽ മാനുവലിനും. പെട്രോൾ മാനുവലാണെങ്കിൽ 15,19. സെക്കൻഡ് വേരിയൻ്റായിട്ട് വരുന്ന MX3 വേരിയൻ്റാണ്. നിങ്ങൾക്ക് റോക്സ് വേണം, അത്യാവശ്യം ആക്സസറീസ് ചെയ്യാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ മിനിമം MX3 വേരിയൻറ്റെങ്കിലും എടുക്കേണ്ടി വരും. MX3 വേരിയൻറ്റിൽ പെട്രോളിലേക്ക് കഴിഞ്ഞാൽ പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് കൊടുത്തെങ്കിൽ പെട്രോൾ മാനുവൽ വരുന്നില്ല. 18,77 അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് റോക്സിൻ്റെ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ 18,77 നിങ്ങൾ മുടക്കണം. MX3 വേരിയൻറ്റിന് 1,00,000 രൂപ വരെയാണ് ഓഫർ. ആ ഓഫർ കുറഞ്ഞിട്ടുള്ള പ്രൈസാണ് ഞാൻ ഉൾപ്പെടുത്തിയത് കേട്ടോ. ഇനി ഡീസൽ മാനുവൽ ആണെങ്കിൽ 19,02,000 രൂപയും ഡീസൽ ഓട്ടോമാറ്റിക് 20,87. അപ്പോൾ 1,00,000 രൂപ വരെ ഓഫർ കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഓട്ടോമാറ്റിക് കൺസിഡർ ചെയ്യാം. 20,87,000 രൂപയ്ക്ക് ഡീസൽ റോക്സിൻ്റെ MX3 ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത വേരിയൻറ്റ് MX5 വേരിയൻ്റാണ്. ശരിക്കും റോക്സിലെ ഒരു മിഡ് വേരിയൻറ്റിന് MX5 വേരിയൻറ്റിന് വിളിക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ഇടുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വേരിയൻറ്റ് MX5 വേരിയൻ്റാണ്. പക്ഷേ MX5 വേരിയൻറ്റ് കാണാൻ വരുന്ന ആളുകൾ മിക്കവാറും സ്റ്റാർ എഡിഷൻ അല്ലെങ്കിൽ AX5 എടുത്തിട്ട് പോലെയാണ് സാധാരണ പതിവ്. പക്ഷേ എൻക്വയറി കൂടുതൽ MX5 വേരിയൻറ്റിനാണ്. MX5 വേരിയൻറ്റിന് 75,000 രൂപ വരെയാണ് ഓഫർ കൊടുത്തിട്ടുള്ളത്. അത് എല്ലാ ഓഫറുകളുമാണ് 75,000 രൂപ വരെ കൊടുത്തിരിക്കുന്നത്. ആ ഓഫറുകൾക്ക് ശേഷമുള്ള പ്രൈസാണ് നമ്മളീ പറയുന്നത്. പെട്രോൾ മാനുവൽ ആണെങ്കിൽ 19,53, പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 21,36. ഈ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് 4x2 ആണ് കേട്ടോ. ഡീസൽ ആണെങ്കിൽ 20,15 ഡീസൽ മാനുവലിനും 21,98 ഡീസൽ ഓട്ടോമാറ്റിക്കിനും പ്രൈസ് വരുന്നുണ്ട്. ആ വേരിയൻ്റ് ഓൺവേർഡ്സാണ് നമുക്ക് 4x4 സ്റ്റാർട്ട് ചെയ്യുന്നത്. 4x4 മാനുവലാണ് MX5 കിട്ടുക. ആ വാഹനത്തിന് 23,07,000 രൂപയാണ് പ്രൈസ് വരുന്നത്. 75,000 രൂപ ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ്. പിന്നെ വരുന്ന വേരിയൻ്റാണ് AX5 വേരിയൻറ്റ്. AX5 വേരിയൻറ്റ് ശരിക്കും ഒരു വെർത്തായിട്ടുള്ളൊരു വേരിയൻ്റാണ്. കാരണം അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. ഓട്ടോ പാർക്ക് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയൻറ്റ് AX5 ലക്ഷറി വേരിയൻ്റാണ്. അഡ്രിനോക്സ് കണക്ടിവിറ്റിയൊക്കെ ആ വേരിയൻ്റ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വാഹനത്തിലേക്ക് വന്നാൽ AX5 ലക്ഷറിയിൽ ഡീസൽ ഓട്ടോമാറ്റിക് 4x2 ആണ് എങ്കിൽ 22,65,000 രൂപയും 4x4 ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 26,81,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ MX5ഉം
AX5 ലക്ഷറിയും തമ്മിൽ എപ്പോഴും ഒരു 60,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഒക്കെയാണ് വരാറ്. പിന്നെയാണ് നമ്മളുടെ ഈ സ്റ്റാർ എഡിഷൻ വരുന്നത്. ഈ സ്റ്റാർ എഡിഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AX5 ലക്ഷറി വേരിയൻറ്റിൽ നമുക്ക് എന്താണ് നമ്മളുടെ അഡാസ് ലെവൽ 2 കിട്ടുന്നുണ്ട്, ഓട്ടോ പാർക്ക് ബ്രേക്ക് പോലെ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ അഡാസ് ഒന്നും താല്പര്യമില്ലാത്ത ആളുകൾക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കുള്ള ഈ വാഹനം കിട്ടും. അതായത് ഈ വാഹനത്തിൽ നിങ്ങൾക്ക് അലോയ് വീൽസ് കിട്ടുന്നുണ്ട്, ടോപ്പ് എൻഡിൻ്റെ വെൻറ്റിലേറ്റഡ് സീറ്റ്സ് കിട്ടുന്നുണ്ട്, സൺറൂഫ് കിട്ടുന്നുണ്ട്, 360 ക്യാമറയും കിട്ടുന്നുണ്ട്. ഇത്രയും വലിപ്പമുള്ള ഒരു വാഹനത്തിൽ 360 ക്യാമറ അത്യാവശ്യമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. പിന്നെ സ്റ്റാർ എഡിഷനാണ് ഇപ്പോൾ റീസെൻ്റ്ലി കുഞ്ചാക്കോ ബോബനൊക്കെ എടുത്ത് ഹിറ്റാക്കിയ ഒരു വാഹനം. അതിൽ എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. ഇതിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 23 ലക്ഷം രൂപയും ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 23,63,000 രൂപയാണ് വരുന്നുള്ളൂ. അതായത് നിങ്ങൾ ഈ കാണുന്ന വാഹനം 23,63,000 ഇതിന് ഡീസൽ മാനുവൽ ആണെങ്കിൽ 21,78. അപ്പോൾ AX5 ലക്ഷറി വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ താഴെയാണ് ഇതിനകത്ത് പ്രൈസ് ഡിഫറൻസ് വരുന്നുള്ളൂ. ആ 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് അലോയ്സ് കിട്ടുന്നുണ്ട്, സൺറൂഫ് കിട്ടുന്നുണ്ട്, 360 കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതായിരിക്കും ഇതിനകത്ത് ബെസ്റ്റ് വേരിയൻറ്റ്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് ഈ വേരിയൻ്റാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു വേരിയൻ്റ് ആയതുകൊണ്ട് ചെറിയൊരു ഇൻഷുറൻസ് ഡിസ്കൗണ്ട് മാത്രമാണ് ശരിക്കും ഈ വേരിയൻറ്റിൽ ലഭിക്കണുള്ളൂ. ആ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്. ഇനി AX7 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് എങ്കിൽ 24,09,000 രൂപയും ഡീസൽ ഓട്ടോമാറ്റിക്കിന് 25,79 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ്. ഇപ്പോൾ 4 വീലൊക്കെ വളരെ ലിമിറ്റഡ് ആളുകളാണ് താർ റോക്സിൽ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് റോക്സിൻ്റെ പ്രൈസ്. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഇറ മോട്ടോഴ്സിൻ്റെ നമ്പറാണ്. ഈ ഓഫറുകൾ അവിടെ നിന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. റോക്സ് എന്നല്ല, മഹീന്ദ്രയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണ് എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.